പിന്നിലാരോ കളിച്ച് അങ്ങനെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? എന്റെ പിന്നിലാണോ? അതെ. എന്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമേ ഉള്ളൂ. പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു. ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്, തെറ്റുണ്ട്. പിന്നെ ഞാൻ കഞ്ചാവ് വലിച്ച് പിന്നെ പിടിച്ച ആളല്ലേ, ഞാൻ വലിച്ചതുകൊണ്ടല്ലേ. അപ്പൊ ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്. 13-ാമത്തെ വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വേടൻ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. തീർച്ചയായിട്ടും വേടൻ ഇപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് വേടൻ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേടൻ അത് ഉപയോഗിക്കില്ല എന്ന്, ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതത്ര എളുപ്പമാണോ വേടൻ? ഒരു അഡിക്ഷൻ. ഇപ്പോൾ വെട്രിമാരൻ സാറ് ഒരു ഇന്റർവ്യൂവിനകത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ദിവസം 50-60 സിഗരറ്റൊക്കെ വലിച്ചിരുന്ന ഒരാളാണ്, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലി നിർത്തിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പരമാവധി ശ്രമിക്കും. അഡിക്ഷൻ എന്നുള്ളത് അല്ലേ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം അത് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം നിരവധി പ്രേക്ഷകരുണ്ട്, കുട്ടികളുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അനിയന്മാരുണ്ട്. നമ്മൾ എപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ, ഞാനിങ്ങനെ ഈ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ, ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ മാരാരി ബീച്ചിൽ ഒരു ഷോയ്ക്ക് പോയി. അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ മോന് അവനുണ്ടാവും ഒരു 15 വയസ്സൊക്കെ ഉണ്ടാവും. അവൻ്റെ അപ്പൻ ഉണ്ട് ഒരു 30-35-40 വയസ്സിനടുത്തുള്ള ഒരാൾ. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. 15 വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ. അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നേക്കണത് എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര, ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വേടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നേക്കണത്. അപ്പോൾ എനിക്കിത് അവനോട് പോലും പറയാൻ പറ്റില്ല, നേടാ കുടിക്കലടാ ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ നിന്ന്. കാരണം ഞാൻ അതിന് കുഞ്ഞു പ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എൻ്റെ ഇൻഫ്ലുവൻസ് ഇവരാണ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അവനറിയാം അതെനിക്ക് ഇഷ്ടാവില്ല എന്ന് അല്ലേ. ഇത് ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ. പക്ഷേ അത് വേടൻ ഇപ്പോൾ വേടനെ തിരിച്ചറിയുന്നു, അങ്ങനെ കുട്ടികൾ വരുന്നത് വേടന് ഇഷ്ടമല്ല അല്ലേ, നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ്. അത് എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്, എനിക്ക് പങ്കുണ്ടെന്നേ അല്ലേ, മറമുഖമായിട്ടോ അല്ലയോ. കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ്. ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ വേടം വരെ കുടിക്കണു. അപ്പോൾ കൊച്ചുമാൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചേട്ടൻ കുടിക്കണില്ലേ, എന്നാൽ ഞാൻ കുടിച്ച എന്താ കുഴപ്പമെന്ന് പറയാം. അപ്പോൾ എനിക്കത് പറയാനുള്ളൊരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്കത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവണം. അതും കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. എനിക്കിതിൽ നിന്ന് മാറണം എന്ന തീരുമാനത്തിന് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേടൻ ഒരു ഇൻഫ്ലുവൻസർ ആവുന്ന സാഹചര്യത്തിൽ വേടൻ തന്നെ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കുന്നു. നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമെന്ന്. കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മുളന്താവിലാണ് ജീവിക്കുന്നത്. എന്നെ ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണാൻ വരും. ഈ 10-15 പ്രാവശ്യത്തിൽ 10 പ്രാവശ്യം വരുന്നത് കുഞ്ഞുമക്കളാണ്. സ്കൂളിൽ വിട്ട് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ അവർ വന്ന് കയറിയിട്ട് പോകും, ചേട്ടാ എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോകാറുണ്ട് പിള്ളേർ വന്നിട്ട് ഏർലി മോർണിംഗ്. തിരിച്ചു വരുമ്പോഴൊന്ന് അവരൊന്ന് കയറും, ബുദ്ധനെയൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് അവർ പോവാം. അപ്പോൾ ഇവര് നമ്മളെ കാണുകയാണെന്ന് എപ്പോഴും. അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ കള്ളു കുടിച്ച് 4 കാലിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ടിട്ട്. ഇപ്പം അതുകൊണ്ട് വേടൻ്റെ ജീവിതത്തിൽ അത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു 2-3-4 മാസത്തോളമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, കാരണം ഞാനിത് ഈ ലൈവ് ഷോസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാൻ തുടങ്ങി. അപ്പം അത് ഇതിൽ ഞാനും കാരണക്കാരനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യണം. പിന്നെ കുറച്ചായില്ലേ, നിർത്തണ്ടേ. അതാണ് കുറച്ച് 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ, ഇപ്പം 30 വയസ്സ് അല്ലേ, 30 ഏകദേശം ഒരു 17 വർഷക്കാലം ഇതിൻ്റെ പിന്നിലായി പോയി എന്നുള്ളതാണ്. അത് ഇപ്പം നിർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യം. അതിൽ പ്രത്യേകിച്ച് കഞ്ചാവടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടില്ല എന്ന് പൂർണ്ണമായിരിക്കുക എന്നുള്ളതാണ്. രാസലഹരി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയ, ഞാൻ 10-17 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഭയങ്കര സുലഭമാണ് രാസലഹരിയൊക്കെ അവിടെ പോയി, അവിടെ വിദേശ രാജ്യങ്ങളിൽ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നത്. മക്കളെ, ഇത് ഭയങ്കര സാധനമാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ഉപയോഗിച്ച ഒരാൾ തന്നെ പറയുന്നു. പിന്നെ നമ്മുടെ അവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ പക്ഷേ, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹരി ലീഗലാണ്. അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ്. ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റോട്ടിൽ കിടന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിരളമാണ്. ഇത് ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്.
മൈത്രേയൻ നാള് 2-3 ദിവസം വന്ന് പറഞ്ഞില്ലേ, ഇത് ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. ഇത് ഉപയോഗിക്കാനും ഇതിന് ഇപ്പോൾ മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളതിനെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ, വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. അതായത് സ്വയം നമുക്ക് ഇതിനെ ഉപേക്ഷിച്ചൊരു ആദർശ സമൂഹത്തിലേക്ക് പോകലൊക്കെ അസാധ്യമാണ്. കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല സമയങ്ങളിലും. അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നത് കേൾക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ അത് അത്യാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒരു ശീലമായി പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് വേണ്ടത് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ടേക്ക് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കഞ്ചാവാണെങ്കിലും രാസലഹരി ആണെങ്കിലും ഇത്തരം ലഹരി വസ്തുക്കളോട് അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ് വേണ്ടത്, അത് ആസ്വദിക്കാൻ ഉപയോഗിച്ച് തുടങ്ങിയതല്ല ആ അർത്ഥത്തിൽ, അല്ലേ? ആ സമയത്ത് അറിയില്ലല്ലോ, ആ സമയത്ത് ഇത് കൗതുകമല്ലേ, പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെയാണ് നമ്മളന്ന് വിചാരിച്ചിരിക്കുക.